ദിവസങ്ങളിൽ എത്ര നേരത്തെ എണിച്ചാലും മോള് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഒരു തിരക്കായിരിക്കും. നേരത്തേക്ക് ഞാൻ 5 മണിക്കാണ് എണിച്ചുകൊണ്ടിരുന്നത്. 5 മണിക്ക് എണിക്കുമ്പോൾ എനിക്ക് സമയം ഒട്ടും തികയാത്ത പോലെ തോന്നി. ഇപ്പോൾ അത് കാരണം ഞാൻ 4:45 എണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എണിച്ച് എന്ത് അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്തു. പിന്നെ ഞാൻ കൈപ്പിക്ക് ഉപ്പേരിയെ വെക്കുന്നത്. അപ്പോൾ ഈ കൈപ്പിക്ക് ചെറുതാക്കി മുറിച്ച് ഒരു കുഞ്ഞു കഷ്ണം സബോള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിൽ ഈ കൈപ്പയ്ക്കും സബോള ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ച് ഇത് നന്നായി വെന്ത ശേഷം അതിനൊന്ന് താളിക്കാം. അതിനായിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചീഞ്ചട്ടി എന്നാണ് കേട്ടോ പറയുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം കടുകിടുക. കടുകിട്ട് പൊട്ടിയ ശേഷം ചെറിയുള്ളി, കറിവേപ്പിലെല്ലാം ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച കൈപ്പയ്ക്ക് അതിലേക്ക് കൊട്ടുന്നുണ്ട്. എന്നിട്ടൊന്ന് സിമ്മിൽ വെക്കണം കേട്ടോ. അതിൽ എണ്ണയിൽ കിടന്ന് ഒന്ന് നന്നായി വേകണേ. അപ്പോൾ സിമ്മിൽ വെച്ച് അതൊന്ന് മൂടി വയ്ക്കാം. അത് കഴിയുമ്പോഴേക്കും ഞാൻ കുറച്ച് അലക്കിയിട്ട് തുണികളെല്ലാം വിരിച്ചിടാൻ നിന്നു. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെയാണ് കേട്ടോ ഞാൻ തുണികളെല്ലാം വിരിച്ചിടുന്നത്. നല്ല വെയിലായത് കാരണം ഞാൻ തുണികൾ ഇവിടെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോഴേക്കും ഇത് ഉള്ളൊക്കെ ഒന്ന് അടിച്ച് തുടച്ചിട്ടു. പിന്നെ ഇത് വേഗം വന്നിട്ട് ഗ്യാസൊക്കെ ഒന്ന് വേഗം തുടച്ചപ്പോഴേക്കും ചോറും കറിയും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലേക്ക് ചപ്പാത്തിയാണ്. അപ്പോൾ കിഴങ്ങ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നു പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ വെച്ചു. പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു കേട്ടോ. അത് കാരണം പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം തുടച്ച് കഴിഞ്ഞ് വേഗം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. പിന്നെ ഇതേ മോൾക്ക് ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ പപ്പടം വറുത്തിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു. ഒരു 6-7 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ വറുത്ത് വേഗം മോൾക്ക് കവറിലാക്കി കൊടുത്തു. പിന്നെ ഇതാണ് കേട്ടോ മോള് പട്ടുപാവാട. ഇത് ഇന്നലെ പോയി എടുത്തതാണ്. പാവാട വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ബ്ലൗസ് വന്നിട്ട് നല്ല ഇറക്കം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഭയങ്കര ലൂസായിരുന്നു. പിന്നെ ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ഓട്ടോ വന്ന് മോള് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.